അനുഗ്രഹീതമായ ഹജ്ജ് മാസങ്ങളിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമ്മിൽ പലരും ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്നു, പോകുന്ന യാത്രയിലാണ്, അവരുടെ യാത്ര അയപ്പുകളിൽ പങ്കെടുക്കാറുണ്ട്. പല ആളുകളും നമ്മളോട് ഹജ്ജ് യാത്ര ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ശരീരം കൊണ്ട് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സുകൊണ്ട് ഹജ്ജിന്റെ മണ്ണിൽ എത്തിച്ചേരാൻ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഒരു ആഗ്രഹം, ഒരു കൊതി, ഇഷ്ടം നമ്മുടെ മനസ്സുകളിൽ രൂപപ്പെടേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകളിൽ അങ്ങനെ പ്രയോഗമുണ്ട്. അല്ലാഹുവേ, നീ ആക്കണം അഫ്ഇദത്തന്നാസി, ജനങ്ങളുടെ ഹൃദയങ്ങളെ ആക്കണം, തഹ്വി ഇലൈഹി, അവർക്ക് കഅബയിലേക്ക് വരാനൊരു ആഗ്രഹം മനുഷ്യരുടെ മനസ്സിലുണ്ടാകണം. മനുഷ്യർക്ക് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും കഅബയുടെ മണ്ണിൽ എത്തിച്ചേരാനൊക്കെ ഒരു ആഗ്രഹം, അത് മനുഷ്യരുടെ മനസ്സുകളിൽ ഇട്ടുകൊടുക്കണമെന്ന് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകളുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ വിശ്വാസികളാണെങ്കിൽ, മുഅ്മിനുകളാണെങ്കിൽ, നമ്മുടെ മനസ്സുകളിലൊക്കെ ഇങ്ങനൊരാഗ്രഹം, ഹജ്ജ് ചെയ്യാനൊരാഗ്രഹം, ഉംറ ചെയ്യാനൊരാഗ്രഹം. ഒരു പക്ഷേ ഒരു വിശ്വാസിക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ് കഅബയുടെ കാഴ്ച. കഅബ കാണുക എന്നത്, അതിൻ്റെ കില്ല കാണുക എന്നത്, അതിൽ സ്പർശിക്കുക എന്നത്, ആ മണ്ണിലൊന്ന് പോവുക എന്നത് വിശ്വാസി എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഹജ്ജ് ഓർമ്മകളും ചിന്തകളൊക്കെ ഉണ്ടാകണം. അതേപോലെ തന്നെ ദുൽഖഅദ് മാസം, ദുൽഹിജ്ജ് മാസത്തിലേക്ക് കടന്നു വരികയാണ്. ആ ദുൽഹിജ്ജ് 1 മുതൽ 10 വരെ വളരെ പുണ്യമുള്ള ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കണം. ആ ദിവസങ്ങളിൽ ഹംദ്, തക്ബീർ, തഹ്ലീല്, പ്രാർത്ഥനകൾ, ദുആകൾ, നോമ്പുകൾ, സദഖകൾ എല്ലാം ധാരാളമായി നിർവഹിക്കണം. അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. ഒരു വർഷം 365 ദിവസങ്ങളിൽ വളരെ നല്ല ദിവസങ്ങളാണ് ഈ 10 ദിവസങ്ങൾ. ഒരു വർഷം 365 ദിവസങ്ങളോളം നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ പറയാൻ കിട്ടൂലോ. അതിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ 10 ദിവസങ്ങൾ ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ഏറ്റവും നല്ല വിശിഷ്ടമായ പുണ്യങ്ങൾ നിറഞ്ഞ ദിനങ്ങളാണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെ. അതുകൊണ്ട് ആ ഒരു 10 ദിവസത്തിന്റെ ഇബാദത്തുകളിലും പ്രാർത്ഥനകളിലും ഖുർആൻ പാരായണങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം എന്നും സൂചിപ്പിക്കുക. അതേപോലെ തന്നെ ഹജ്ജ് ബലി പെരുന്നാൾ, നമ്മുടെ ബലി പെരുന്നാൾ, ഈദുൽ അദ്ഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബലി പെരുന്നാൾ എന്നാണ്. വലിയ പെരുന്നാളെന്നൊന്നുമില്ല, അങ്ങനെ ഒരു വലിയ അർത്ഥം. വലിയ പെരുന്നാള്, ചെറിയ പെരുന്നാള്, അങ്ങനെയൊന്നും നിങ്ങൾക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയാം. ഈദുൽ അക്ബർ, ഈദുൽ അസ്ഗർ, അങ്ങനെ നമ്മുടെ നല്ല വലിയ പെരുന്നാള്, ചെറിയ പെരുന്നാള്, അങ്ങനെയല്ല ചെയ്യും, വലിയ പെരുന്നാൾ എന്നാണ്. അതുകൊണ്ട് പെരുന്നാളിന്റെ പ്രത്യേകത ബലി പെരുന്നാൾ, ബലിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്. അതുകൊണ്ട് എല്ലാവരും ബലിയെടുക്കണം. ബലിയുമായി ബന്ധപ്പെട്ട ഇടപാടിൽ ഭാഗവക്കാക്കണം. പെരുന്നാൾ എന്ന പദത്തിനർത്ഥം ബലി പെരുന്നാൾ, ഈദുൽ അദ്ഹ, ഉദ്ഹിയ്യത്തിന്റെ അല്ലാഹി. അതുകൊണ്ട് ബലിയുമായി ബന്ധപ്പെട്ട ഒരു ബന്ധം ശരിക്കും എല്ലാ വർഷവും ബലിയെടുക്കണമെന്നാണ്. മൻ കാന ലഹു സഅ ഫലം യുദ്ഹി ഫലാ യഖ്റബുന്ന മുസല്ലന. ഒരാൾക്ക് സമ്പത്തൊക്കെ ഉണ്ട്, പൈസയൊക്കെ ഉണ്ട്, എന്നിട്ട് ബലി ഇറക്കുന്നില്ലെങ്കിൽ അവന് ഈ ബലി പെരുന്നാളിന് ഈ നിസ്കരിക്കാനൊന്നും വരേണ്ടതില്ല. എന്തിനാ അവർ നമസ്കരിക്കാൻ വരുന്നത്? ബലിപെരുന്നാളിന് ഈദ് മുസല്ലയിൽ വരുന്നവര്, ബലിപെരുന്നാൾ നമസ്കരിക്കാൻ വരുന്നവര് ബലികർമ്മങ്ങളിലൊക്കെ ഭാഗവക്കാകണം. അതുകൊണ്ട് എല്ലാവരും ബലികർമ്മങ്ങളിൽ പങ്കാളികളാകണം. ബലിയുടെ ഒരു ഓഹരിയെങ്കിലും, ഒരു പക്ഷേ ഒരു മൃഗത്തെ മൊത്തം അതിൽ ബലി അതിൽ കക്ഷി ചേരണം നമ്മൾ പറയില്ല. അതേസമയം ഒരു ഓഹരിയൊക്കെ എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു 3000, 4000, 5000, ഒരു പക്ഷെ 10000 ഒക്കെ വരാവുന്ന വിധത്തിലുള്ള ഒരു ബലിയുടെ ഒരു പങ്കാളിത്തം ഒരു വിശ്വാസി എന്നിട്ട് നമുക്കൊക്കെ ഉണ്ടാകണം. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹജ്ജ് ചെയ്തുള്ളൂ. ഹജ്ജില് അന്ന് അർത്ഥ മൃഗങ്ങള് 100ഓളം മൃഗങ്ങളെ അർത്ഥുന്നു, 100ഓളം മൃഗങ്ങളെ അർത്ഥു. അതിൽ 63 മൃഗത്തെ ബിയദി റസൂലില്ല, റസൂൽ തന്നെ കൈകൊണ്ട് തന്നെ അർത്ഥുമാണ്. 63 മൃഗങ്ങളെ, 63 എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകന്റെ ആയിസ. ഒരു പക്ഷെ അതിനു മുമ്പ് പ്രവാചകനെ ബലി അർത്തിട്ടില്ല. കാരണം തൗഹീദിന്റെ ഒരു പെരുന്നാൾ, തൗഹീദിന്റെ ഹജ്ജ്,
തൗഹീദുൽ ഉളുഹിയ്യത്ത് അന്ന് നടപ്പിലായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് തന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ തനിക്ക് നൽകിയ ആയുസ്സിന്റെ ഓർമ്മ വെച്ചുകൊണ്ട് 63 മൃഗങ്ങളെ പ്രവാചകന്റെ കൈകൊണ്ട് അറുത്തുന്ന. അപ്പൊ ബലിയുടെ പ്രാധാന്യം ഈ ഇന്ന അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്ന അഅ്തൈനാക്കൽ കൗസർ, അല്ലാഹുവിന്റെ പ്രവാചകരെ താങ്കൾക്ക് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രവാചകരെ താങ്കൾക്ക് തന്നിട്ടുണ്ട്. ശരിക്ക് പ്രവാചകൻ എന്നർത്ഥത്തിൽ അള്ളാഹു എത്രയും അനുഗ്രഹങ്ങളെ പ്രവാചകൻ നൽകിയത്. ഖുർആൻ ഒരു അനുഗ്രഹമാണ്, ശരീഅത്ത് ഒരു അനുഗ്രഹമാണ്, ദീന് എന്ന് അള്ളാഹു നൽകിയ അനുഗ്രഹം. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക, അതുകൊണ്ട് താങ്കളുടെ നാഥിനോട് നമസ്കരിക്കണം, പ്രാർത്ഥിക്കണം അള്ളാഹുവോട്. വൻഹർ, ബലിയിറക്കുകയും ചെയ്യണം. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഒരു പ്രത്യുപകാരമായി നാം ചെയ്യേണ്ട ഒരു കർമ്മമാണ് ശരിക്കും പറഞ്ഞാൽ വൻഹർ, ബലിയിറക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ബലിയിറക്കണം. സാധിക്കുന്നവർ അതിൽ ഷെയർ ചെയ്യണം, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകണം. ബലിപെരുന്നാൾ ദിവസത്തിൽ ഒരു മനുഷ്യൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട അമൽ എന്താ? ഏതെങ്കിലും പുതിയ ഷർട്ട് ഇടലും പുതിയ പാൻറ് ഇടലാണോ? എല്ലാവരും ബലിപെരുന്നാളാവുമ്പോൾ മക്കൾക്ക് ഷർട്ട് പാൻറ് എല്ലാവർക്കും വാങ്ങി അതിന് സൂപ്പ് ഇവിടെ നമ്മുടെ ഏതെങ്കിലും ജൗളിക്കടയിൽ പോയിട്ട് വാങ്ങിയിട്ട് 25,000-30,000 രൂപയുടെ ഡ്രസ്സൊക്കെ വാങ്ങും. എന്നാൽ കുടുംബത്തിലോ സ്വന്തം പേരിലോ ഒരു ബലി അതിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഷെയർ ചെയ്യാൻ അവരുടെ കയ്യിൽ പൈസ ഇല്ല. ഇത് യഥാർത്ഥ വിശ്വാസികൾ ചേർന്നതല്ല. ഷർട്ടും പാൻറ്റും പുതിയ വസ്ത്രം വാങ്ങലൊക്കെ യഥാർത്ഥ ബലി കഴിഞ്ഞിട്ട് മതി എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഞാനതിൻ്റെ അർത്ഥം കുറേ ബലി ഉണ്ടായി, മാംസം കുറേ ഉണ്ടായി, അതിൻ്റെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇറച്ചിക്കണക്ക് മഹലിൽ പറയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രവണത വെച്ചിട്ടല്ല ഞാൻ ഈ ബലിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതൊരു വലിയൊരു സംസ്കാരം. മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ ഇബാദത്ത് എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഇൻ ദ ഹ്യൂമൻ ഹിസ്റ്ററി മനുഷ്യ ചരിത്രത്തിൽ ആദ്യം ചെയ്ത ഇബാദത്ത് എന്നറിയോ? നമസ്കാരമല്ല, നോമ്പല്ല, ഹജ്ജല്ല. ആദ്യത്തെ ഇബാദത്ത് ബലിയാണ്. ബലി. ഉത്ലു അലൈഹിം നബഅ ബനി ആദമ ബിൽ ഹഖ് ഇത് ഖറബ ഖുർബാന. ഉത്ലു അലൈഹിം, പ്രവാചകൻ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുക. നബഅ ബനി ആദം, ആദം നബിയുടെ 2 മക്കളുടെ വാർത്ത. ആദം നബിയുടെ ചരിത്രത്തിൽ നടന്നൊരു വലിയ സംഭവമുണ്ട്. അത് ഖുർആനിലൂടെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എന്തെന്നറിയോ? ഇത് ഖറബ ഖുർബാന. അവർ രണ്ടുപേരും ബലി, ഖറബ ഖുർബാൻ. ശരിക്കും ഖുർബാൻ എന്നാണ് ഖുർആനിൽ ബലിക്ക് നൽകിയ പേര്. ഉറുദുവിലും ഖുർബാനി, ശരി. ഖുർബാനി എന്ന പദത്തിന്റെ അർത്ഥം എന്താ വെച്ചാൽ കറുബ, യഖുറുബു. ഖുർബാൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അടുപ്പം, അള്ളാഹുയുടെ അടുപ്പം. എൻ്റെ ജീവിതത്തിൽ അള്ളാഹുയുടെ ബന്ധമുണ്ട്. പടച്ച റബ്ബ് നൽകിയ അനുഗ്രഹമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അള്ളാഹുവോട് നന്ദി കാണിക്കേണ്ടതുണ്ട്. അള്ളാഹുവോടുള്ള നന്ദിയാണ് യഥാർത്ഥത്തിൽ ബലി. അതുകൊണ്ട് ഈ വിഗ്രഹ മതങ്ങളും ശിർക്ക് മതങ്ങളും തൗഹീദിന്റെ ബലി വ്യത്യാസമുണ്ട്. ഷിർക്കിന്റെ ബലി എന്ന് പറഞ്ഞാൽ അറക്കുക, മൃഗങ്ങളുടെ മാംസം എടുക്കുക, എന്നിട്ട് അതിന്റെ ആ രക്തവും ചോരയൊക്കെ കൊണ്ടുപോയിട്ട് വിഗ്രഹങ്ങളുടെ മേലിടുക, എന്നിട്ട് ആകെ കൂടി രക്തം പുരട്ടുക. ഇങ്ങനെ തുടങ്ങുന്ന ഈ അറക്കപ്പെടുന്ന മൃഗത്തിന്റെ ബലിമാംസം അതിങ്ങനെ ഏതെങ്കിലും വിഗ്രഹങ്ങളുടെ മേലെ വെച്ച് അതിന്റെ രക്തം കൊണ്ട് പൂകി, അങ്ങനെയുള്ള ഒരു ശിർക്കൻ സംസ്കാരത്തിന്റെ ബലി അതാണ്. നമ്മുടെയൊക്കെ രാജ്യത്ത് ഇന്ത്യയിലും നേപ്പാളിലൊക്കെ അത്തരം ബലികൾ ഇന്നുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ ബലി ഏതെങ്കിലും അർത്ഥത്തിൽ അങ്ങനെ ബലിമൃഗത്തിന്റെ രക്തോ അല്ലെങ്കിൽ മാംസോ വെച്ചിട്ട് ഉള്ള കളിയല്ല അത്. ഒരു പക്ഷെ ഇന്ന് നമ്മുടെ മഹലിൽ പോലും നടക്കുന്നത് പലപ്പോഴും ബലി എന്നത് ഒരു കശാപ്പായി മാറാറുണ്ട്. ബലി മാറിയിട്ട് അത് കശാപ്പായി മാറാറുണ്ട്. കശാപ്പുകാരുടെ ഭാഷയും കശാപ്പുകാരുടെ വൊക്കാബുലറിയും കശാപ്പുകാരുടെ ശരീരഭാഷയും കശാപ്പുകാർ കൂടിച്ചേർന്നതുമായ പല മഹലിലെയും ബലി മൃഗങ്ങളുമായി ബലിയുമായി ബന്ധപ്പെട്ട ചർച്ച പോലും ചെയ്യുന്നത് മൊത്തം കശാപ്പ് ചർച്ചയാണ്. എത്ര കിലോ ഇറച്ചിയുണ്ട് നിങ്ങളുടെ മഹലിൽ, എത്ര ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട്, എന്നിട്ട് അതിന് കിട്ടുന്ന ഉരുവിന്റെ മാംസത്തിന്റെ അതിന് വലുപ്പവും ചെറുപ്പമൊക്കെ കാണിച്ച് അതിന്റെ കിട്ടുന്ന മാംസക്കണക്കൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തരത്തിൽ പൊതുസമൂഹത്തിൽ പോലും അതൊരു കശാപ്പ് സംസ്കാരം പോലെയായി മാറി. അങ്ങനെ എല്ലാ യഥാർത്ഥത്തിൽ ബലി എന്ന് പറയുന്നത് ഒരു സമർപ്പ ഖുർബാൻ. അതൊരു വിശ്വാസി അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഇത് ഖറബ ഖുർബാന ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിൻ അൽ-ആഖർ. അതിന്റെ പേര് 2 മക്കളും ബലി കൊടുത്തിട്ടോ. പക്ഷെ ബലി ഒരാളുടെ ബലി സ്വീകരിച്ചുള്ളൂ, എല്ലാവരും ബലി സ്വീകരിക്കില്ല. നമ്മളെല്ലാവരും ഈ ബലി ഇറത്താൽ പോലും എല്ലാവരും ബലി അല്ല സ്വീകരിക്കണം. ബലി ഇറക്കുന്നത് ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ എൻ്റെ വക എന്ന് പറഞ്ഞ ആളുകൾ കാണട്ടെ എന്ന് കരുതിയിട്ടും എല്ലാം ഷോ ആണല്ലോ. ഒക്കെ ഇങ്ങനെ ഫോട്ടോ മൊബൈലിൽ എടുത്തിട്ട് അങ്ങനെ എന്ന് പറയുന്ന വിധത്തിൽ തൻ്റെ പ്രമാണിത്വവും തൻ്റെ വലുപ്പത്തെ കാണിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ബലി ഇറക്കുന്ന ആളുകളത് ബലി അല്ല സ്വീകരിക്കില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ.
ഇന്നമ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകളെ ബലി അല്ലാഹു സ്വീകരിക്കുള്ളൂ. തഖ്വയോട് കൂടിയുള്ള ബലിയായിരിക്കണം. അറക്കുമ്പോൾ അവരുടെ നിയ്യത്ത് അള്ളാഹു നോക്കും. അതുകൊണ്ട് ബലി എന്ന് പറയുന്ന ആ അനുഗ്രഹീതമായ മഅമില ആദമിയുൻ മിൻ അമലിൻ, ആദം സന്തതികൾ യൗമുൻ നഹറിന്റെ ബലി പെരുന്നാളിൽ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് മിൻ ഇഹ്റാഖി ദമി, രക്തം ഇങ്ങനെ ബലി അറുത്തിട്ട് രക്തം ചാടുക എന്നുള്ളതാണ്. ഒരു ബലി അറക്കുക എന്ന, അതുകൊണ്ട് എല്ലാവരും ബലി പെരുന്നാൾ ദിവസം അന്ന് ബലി കർമ്മങ്ങളിൽ പങ്കാളികളാകണം. ബലി ഇറക്കുന്നിടത്ത് പോകണം, അതിന്റെ പ്രവർത്തനം മുഴുകണം. കുടുംബക്കാരും വീട്ടുകാരും മക്കളും പേരക്കുട്ടികളൊക്കെ കൂടി ചേർന്നുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിലെ വീട്ടിലെ ബലി ഇറക്കുകയും അതിൽ പങ്കാളികളാവുകയും ആ മാംസം ദരിദ്രർക്കും അനാഥകൾക്കൊക്കെ വിതരണം ചെയ്യുന്ന അത്തരം പ്രക്രിയകളിൽ നമ്മളെല്ലാവരും ഭാഗവക്കാകണം. തീർച്ചയായിട്ടും ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബലി നാളുകളിൽ എല്ലാവരും ബലി പെരുന്നാളിന്റെ സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ, എന്തായാലും ഹജ്ജിനോടൊരു ആഗ്രഹം ഉണ്ടാവുക. അതേപോലെ തന്നെ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഹജ്ജ് ചിന്തകളും ഓർമ്മകളും പ്രാർത്ഥനകളുമായി ധാരാളം മുന്നോട്ട് പോവുക. അതുപോലെ ബലിയുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ പ്രിപ്പയറായി ബലി ഇറക്കാൻ തീരുമാനിച്ച ആളുകൾ അവരെ നഖം വെട്ടരുത്, തലമുടി അല്ലെങ്കിൽ ഷേവ് ഒന്നും ചെയ്യാത്ത വിധത്തിൽ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു ഹജ്ജ് ചിന്തകളും ഹജ്ജ് ഓർമ്മകളുമായിട്ടാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകേണ്ടത്. എന്തായാലും ഈ സന്ദർഭത്തിൽ ഞാൻ വേറെ ചില കാര്യങ്ങൾ സാന്ദർഭികമായി പറയാൻ സൂചിപ്പിക്കുക. കഴിഞ്ഞ ഖുത്തുബയില് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകളെ കുറിച്ച്, ദുആയിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ സൂചിപ്പിച്ച ഒരു പ്രാർത്ഥന, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ, ഇബ്രാഹിം നബിയുടെ ജീവിതം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ യഥാർത്ഥ അനുകരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ വിശുദ്ധ ഒരുപാട് പ്രവാചകന്മാർ ചരിത്രം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരാമർശിച്ച പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് സൂറത്തു ബഖറ മുതൽ സൂറത്തു നാസ് പരിശോധിച്ചാൽ ഖുർആനിൽ ഏറ്റവും പരാമർശിച്ച ജീവചരിത്രം മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെതാണ്. അത് കഴിഞ്ഞ രണ്ടാമത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെതാണ്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ഉമ്മത്ത് മുഹമ്മദിനോട് പിന്തുടരാൻ പറഞ്ഞ മില്ലത്ത് അത് ഇബ്രാഹിം നബിയുടേതാണ്. മൂസാ നബിയുടെ മില്ലത്ത് പിന്തുടരും എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് പിന്തുടരാൻ നൽകിയത് ഒന്ന് സുന്നത്ത് മുഹമ്മദും, 2 മില്ലത്ത് ഇബ്രാഹിം. ഇത് രണ്ടും ബന്ധമുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. നമ്മൾ ഇബ്രാഹിമി സ്വലാത്ത് എന്ന് പറയുമല്ലോ, നമ്മുടെ സ്വലാത്ത എല്ലാ ദിവസവും നമസ്കരിക്കുന്ന ആളുകൾ നിർബന്ധമായും ഈ സ്വലാത്ത് ചെല്ലേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ഇല്ല. വെള്ളിയാഴ്ച ജുമുഅ ദിവസത്തിൽ പോലും ചെയ്യേണ്ട 2, ഒന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം, മറ്റൊന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം. ആ സ്വലാത്തിൽ ഏറ്റവും ശരിയായ രൂപം, ഏറ്റവും പൂർണ്ണ രൂപം, വാരിതായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് യഥാർത്ഥ സ്വലാത്ത് ഇബ്രാഹിമിയ, സ്വലാത്ത് നാരിയ എന്ന് പറയുന്നത്. അതൊരു പ്രമാണമല്ല കേട്ടോ. അത് ഏതോ കവി എഴുതി വെച്ച്, ഏതോ കവികൾ എഴുതിയതാണ്. അതിന്റെ ഞാൻ പറയുന്നത്. പക്ഷെ അത് ചെല്ലിയാൽ പ്രതിഫലം ഉണ്ടോ എന്നൊക്കെ പറയാം. അത് 70,000 വട്ടം ചെല്ലിക്കണ പരിപാടി. അതാ സലാത്ത് റസൂലുള്ളാഹിക്ക് പോലും അറിയുന്ന ഒരു സലാത്തല്ല. അത് റസൂലുള്ള കേട്ടിട്ടുള്ള സലാത്തല്ല ഈ സലാത്തു നാരിയ. അത് സഹാബത്തിന് അങ്ങനെ സലാത്തു നാരിയ അറിയില്ല. അപ്പൊ റസൂലോ സഹാബിമാരോ താബികളോ ഒന്നും ചെല്ലിയൊരു സലാത്തല്ല ഈ സലാത്തു നാരിയ. അത് നമ്മുടെ നാട്ടിൽ പിൽക്കാലഘട്ടം ഏതൊരു കവിത്വ ഭാവനയിൽ എഴുതിയിട്ടുള്ള ഒരു സലാത്താണ്. അതുകൊണ്ട് ഇസ്ലാമിൽ പ്രമാണമൊന്നുമല്ല സലാത്തു നാരിയ. നമ്മുടെ സ്വലാത്തിന്റെ ഏറ്റവും രീതിയും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത വബാറക്ത അലാ ഇബ്രാഹിം. അപ്പോൾ ആ സ്വലാത്തിന്റെ തന്നെ പ്രത്യേകത കേട്ടാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹു മുഹമ്മദ് നബിക്ക് പടച്ച റബ്ബേ നീ ഗുണങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. വഅലാ ആലി മുഹമ്മദിൻ, മുഹമ്മദിന്റെ അനുയായികൾ, മുഹമ്മദിന്റെ കുടുംബം. അത് ആരാണെന്ന് വെച്ചാൽ അഹ്ലുൽ എന്താ പറയുക, മുഹമ്മദ് നബിയുടെ കുടുംബം. ആലു മുഹമ്മദ് എന്ന് പറഞ്ഞ ആര് എന്നൊക്കെയുള്ള ചർച്ച ഉണ്ട്. അത് മുഹമ്മദ് നബിയുടെ അനുയായികളാണ്, അസ്ഹാബുകളും അത്തുബാഇകളൊക്കെയാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആ ചർച്ചയിൽ പോകുന്നില്ല. പക്ഷെ അവിടെ പറയുന്നത് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ കുടുംബം. ആ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് നീ ഗുണങ്ങളും നന്മകളും നൽകിയതുപോലെ ഉമ്മത്തിനും മുഹമ്മദിനും നന്മകളും ഗുണങ്ങളും പ്രദാനം ചെയ്യണേ എന്നതാണ് സ്വലാത്തിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം
ഒരു വിശ്വാസി എന്നർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പിൻപറ്റേണ്ടത് ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ. ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ. നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിന്തുടരണം. അപ്പൊ സുന്നത്ത് മുഹമ്മദും മില്ലത്ത് ഇബ്രാഹിം. സുബ്ഹിക്ക് എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് നടത്തേണ്ട ആദ്യത്തെ പ്രാർത്ഥന ഉണ്ട്. അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ വഅലാ ദീനി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹിക്ക് എണീക്കുമ്പോൾ പ്രാർത്ഥനകളിൽ പല ദുആണ്ട്. അതിൽ ദുആണ് അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം. അല്ലാഹുവേ, ഞങ്ങളിതാ ഇസ്ലാമിന്റെ ആ പ്രകൃതത്തിൽ ഞാനിതാ പ്രഭാതത്തിൽ എഴുന്നേറ്റിരിക്കുന്നു. അല്ലാഹുവേ, ഇസ്ലാമിന്റെ പ്രകൃതത്തിൽ ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുകയാണ്. പിന്നെന്താ പറയുക? വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം. ഞങ്ങളുടെ പിതാവ് അഥവാ നമ്മുടെ ആദർശ പിതാവാണ് ഇബ്രാഹിം. മില്ലത്ത് ഇബ്രാഹിം കേട്ടിട്ടുണ്ട്. മില്ലത്ത് ഇബ്രാഹിം അങ്ങനെ പ്രയോഗം നിങ്ങൾക്ക് മറ്റ് പ്രവാചകന്മാരെ കാണാൻ കഴിയില്ല. മില്ലത്ത് മൂസ, മില്ലത്ത് നൂഹ്, മില്ലത്ത് ആദ്, ഇങ്ങനെ മില്ലത്ത് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കാണാൻ കഴിയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ധാരാളം ആ ചരിത്രം, ഇബ്രാഹിം നബിയുടെ ജീവചരിത്രത്തിലെ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന പ്രയോഗം. എന്താ മില്ലത്ത് എന്നതിനർത്ഥം? ശരിക്കും പറഞ്ഞാൽ ഒരു ആദർശം, ഇബ്രാഹിം നബിയുടെ ആദർശം, ഇബ്രാഹിം നബിയുടെ വിശ്വാസം, ഇബ്രാഹിം നബി ഉയർത്തിപ്പിടിച്ച ആദർശ ചരിത്രം, ആദർശ ചര്യ, അതൊരു സ്റ്റഡിമെന്റ്, അത് പഠിക്കേണ്ടതാണ്, അത് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ്, അത് എന്നും നിങ്ങൾക്ക് ഗുണപാഠമാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ജീവചരിത്രം, ഇബ്രാഹിം നബിയുടെ ആദർശ പ്രബോധനം, ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ, അത് നിങ്ങൾ അറിയണം, പഠിക്കണം, ഉൾക്കൊള്ളണം. ഒരു പക്ഷെ ഹജ്ജ് കർമ്മത്തിൽ പോലും കാണുന്ന ഹജ്ജ് കർമ്മങ്ങൾ മുഴുവൻ ഇബ്രാഹിം നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓർമ്മകളും ചിന്തകളുമാണ്. ഓർമ്മകളും ചിന്തകളാണ്. ഞാൻ പറയാറുണ്ട്, ഹജ്ജുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മുഴുവൻ ചടങ്ങുകളും അത് ഇബ്രാഹിം ചരിത്രത്തെ, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഹാജർ, ആ പ്രവാചകന്റെ ജീവചരിത്രത്തെ ഒപ്പിയെടുക്കുന്ന, അത് ആവാഹിക്കുന്ന, അതിനനുഭവിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളും ചിന്തകളൊക്കെ മനസ്സിൽ കൊണ്ടുവരിക എന്നതാണ് ഹജ്ജ് കർമ്മത്തിന്റെ പോലും പ്രധാനപ്പെട്ട ലക്ഷ്യം. മക്ക എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയുടെ മക്ക എന്ന് പറയാൻ ഇബ്രാഹിം നബിയുടെ ജീവചരിത്രവും ചരിത്ര. മദീന ചെന്നാലോ അത് സുന്നത്ത് മുഹമ്മദാ. മക്ക മില്ലത്ത് ഇബ്രാഹിം, മദീന സുന്നത്ത് മുഹമ്മദ്. മദീന ചെന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, പ്രവാചകന്റെ ജീവസമർപ്പണം, അതാണ് മദീനയിൽ നിന്ന് പഠിക്കുന്നത്. മക്കയിൽ നിന്ന് പഠിക്കുന്നത് ഇബ്രാഹിം നബിയുടെ ജീവചരിത്രം. അതുകൊണ്ട് ഇബ്രാഹിം നബി എന്നത് ഒരു കേസ് സ്റ്റഡിയാണ്. ഇബ്രാഹിം നബിയുടെ ജീവചരിത്രങ്ങൾ പഠിക്കണം. അതുകൊണ്ട് ആ ജീവചരിത്രത്തിൽ നിന്നാണ് ചിഹ്നങ്ങൾ. ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താന്ന് വിചാരിച്ച്, ഇപ്പൊ തന്നെ ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞു, ഇവിടെ കൈപ്പത്തി, അതൊരു ചിഹ്നം. അത് ആ കൈപ്പത്തി ഇങ്ങനെ വെച്ചാൽ തന്നെ വെറും കൈപ്പത്തിയില്ല, ആ കൈപ്പത്തി കണ്ടാൽ ഒരുപാട് കാര്യങ്ങൾ കൈപ്പത്തിക്ക് പറയാനുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രം, അരിവാൾ ചുറ്റിക നക്ഷത്രം വെച്ചാൽ അതിൽ നിന്നും പറയാനും ആ ചുറ്റിക ആ ചിഹ്നം, ആ ചിഹ്നത്തിൽ അവരുടെ ആശയങ്ങൾ, അവരുടെ സിദ്ധാന്തങ്ങൾ, അവരുടെ നിലപാടുകളെല്ലാം ഈ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലുണ്ട്. താമര എന്ന് വെച്ചാൽ തന്നെ ഒരു വർഗീയത, ഞങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്നത് സവർണ വർഗീയതയുടെ, മുസ്ലിം വിരുദ്ധതയുടെ ഒരു ചിഹ്നമാണ് യഥാർത്ഥത്തിൽ ഈ താമര എന്ന് പറയുന്ന സമകാലിക ചിഹ്നമാണ്. ആ ചിഹ്നങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഓർമ്മകളും ഒരുപാട് ചരിത്രങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കഅബയും അവിടുത്തെ തവാഫും അവിടുത്തെ മത്താഫും അവിടുത്തെ മഖാം ഇബ്രാഹിമും അവിടുത്തെ സംസമും അവിടുത്തെ സഫയും മർവയും അടക്കമുള്ള മിന, അറഫ, മുസ്ദലിഫ എന്നത്, അല്ലെങ്കിൽ അയ്യാമു തശ്രീഖിന്റെ നാളുകൾ എന്നത്, അതല്ലെങ്കിൽ മിന അല്ലെങ്കിൽ ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങളെല്ലാം ശരിക്കും അള്ളാഹുവിന്റെ ചില ചിഹ്നങ്ങളാണ്. ആ ചിഹ്നങ്ങൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ആ ഹജ്ജ് കർമ്മങ്ങളിൽ. അപ്പൊ ഞാൻ പറയുന്നത് ഇബ്രാഹിം നബിയുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മെ പ്രത്യേകിച്ച് ഈ സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായി വരേണ്ട ഒരു. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ജീവചരിത്രം ശരിക്കും പഠിക്കണം. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ അതിന്റെ ഒരു ഭാഗം പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകളാണ്. അത് തന്നെയും ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പോലും അത് ഇസ്ലാമിന്റെ നിലപാടുകൾ കേട്ടോ, ഒരു കൺസെപ്റ്റാണ് പ്രാർത്ഥന. വെറുതെ ഒരു പ്രാർത്ഥിക്കുന്നതിൽ പറയുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ഒരു കൺസെപ്റ്റാണ്. വെറുതെ ഒരു പ്രാർത്ഥന ഇല്ല. നമ്മൾ ഏത് ദുആയും അത് വേറെ പറയേണ്ട വിഷയമാണ്. നമ്മുടെ ദുആകൾ എല്ലാം നേരം പുലരുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ. നമ്മൾ കിടക്കുന്ന പായന്ന് എഴുന്നേറ്റിട്ട് പടച്ചവനെ അൽഹംദുലില്ലാ എന്ന് പറയാൻ തന്നെ
അത് ഭയങ്കര നിലപാടത്. അത് തന്നെ അഹ്യാന ബഅദമാത്ര, ഞാൻ മരിച്ചെടുക്കുമായിരുന്നു, ഞാൻ മരണത്തിൽ നിന്നൊരു ജീവൻ കിട്ടി, ഇപ്പൊ മരിച്ചു കിടക്കും, എന്റെ ഈ ഉറക്കം ഒരു മരണമായിരുന്നു, ഉറക്കത്തിൽ നിന്നൊരു ജീവൻ കിട്ടി എന്ന് പറയുന്ന കൃത്യമായൊരു നിലപാടാണ് ആ നേരം പുലരുമ്പോ പോലും നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഓരോ പ്രാർത്ഥനയിലേക്കും പിന്നെ ഒരുപാട് അർത്ഥമുണ്ട്. അപ്പൊ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, ഒരു പ്രാർത്ഥന കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു, അതെന്താണെന്ന് വെച്ചാൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി നടത്തുക. സ്വന്തം ഞാൻ ആരാകണം, എൻ്റെ മക്കൾ ആരാകണം. കഴിഞ്ഞ ഖുത്ബയിൽ അങ്ങനെ പറയാൻ കാരണം നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസവുമായി തുടർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചത്. കുട്ടികളെക്ക് SLC കഴിഞ്ഞു, +2ലേക്ക് തിരഞ്ഞെടുക്കുന്നു, ഡിഗ്രിയിലേക്ക് തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നു, അവരെ മെഡിക്കലോ എഞ്ചിനീയറോ IT അല്ലെങ്കിൽ MBA എന്ത് കോഴ്സ് പഠിക്കാൻ നാട്ടിലോ വിദേശത്തോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ വിടുമോ. ഈ വിടുമ്പോഴെല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അവർ MBAക്കാരനാകണം, ഡോക്ടറാകണം, IT വിദഗ്ധനാകണം, വലിയ അർത്ഥത്തിൽ കരിയർ കിട്ടണം, വലിയ ഫ്യൂച്ചർ ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തിന്റെ കൂടെ ഒരു പക്ഷെ അതിനേക്കാൾ മുമ്പുണ്ടാകേണ്ട ആഗ്രഹം എന്താ? റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക് വമിൻ ദുർരിയ്യത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, പടച്ചോനെ എന്നെയും എൻ്റെ മക്കളെയും, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയ്യത്തി, പടച്ചോനെ എന്നെ നീ നമസ്കരിക്കുന്നവനാക്കണം. അല്ലാഹു എൻ്റെ കുടുംബത്തിന്റെ മക്കളെ, എന്റെ മക്കളെ, ഈ കഅബ ഉണ്ടാക്കിയത് പോലും, ഞാൻ ഈ കഅബ ഉണ്ടാക്കി അവിടെ ഇബ്രാഹിം നബിയും ഹാജറിനെയും മക്കളൊക്കെ അവിടെ താമസിപ്പിച്ച എന്തിനാണെന്നറിയോ? ലോകത്ത് നമസ്കരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണം, ലോകത്തൊരു കഅബ ഉണ്ടാകണം, ലോകത്തൊരു ഹജ്ജ് ഉണ്ടാകണം, ലോകത്ത് മുസ്ലിങ്ങൾ ഇങ്ങനെയുള്ളവരായി മാറാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ നമ്മൾ ഈ ചില കഥകളായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കും. ആ കഥകളുടെ സാരാംശം പലപ്പോഴും നമ്മൾ ചിന്തിക്കൂല. ഇന്നിപ്പോ യുക്തിവാദി നിരീശ്വരവാദികളിൽ കഥകളിലെ പോലും പകുതി വെട്ടിയിട്ട് അവിടുന്ന് പ്രസംഗിക്കും. അത് പുതിയ യുക്തിവാദി നിരീശ്വരവാദി ഗ്രൂപ്പുകൾ, അവർ ഈ നമ്മൾ കഥകളിലെ പിന്നിലുള്ള കഥകൾ നമ്മൾ മൊത്തം മനസ്സിലാക്കൂല. നമ്മളെ യുക്തിവാദികളാണ് കഥകൾ തന്നെ വെട്ടി. ഇപ്പൊ തന്നെ അവർ പറഞ്ഞ കഥ എന്താ അറിയോ? ഈ മുസ്ലിങ്ങൾ ആഘോഷിക്കുക, ഇവരെന്താണ് ആഘോഷിക്കുന്നത്? ഇവരിതാ സ്വന്തം മകനെ കഴുത്തറക്കുന്ന ഒരു പിതാവിനെ ആഘോഷിക്കുകയാണ്. സ്വന്തം മകനെ കഴുത്തറക്കുകയോ, പിന്നെ മൊത്തം ചർച്ച അങ്ങോട്ടാ, സ്വന്തം മകനെ കഴുത്തറക്കുകയോ, അങ്ങനെ മനുഷ്യനെ അറക്കുകയോ, നരിബലിയോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ നരിബലി, മനുഷ്യനെ കൊല്ലുന്നു, മനുഷ്യനെ അറക്കുന്നു, പിതാവ് കുട്ടീനെ അറക്കുന്നു, അത്രയാണ് പറഞ്ഞിട്ട് അതാണ് അവർ, അതാണ് ബലി പെരുന്നാൾ. സത്യത്തിൽ ആ കഥ പൂർത്തീകരിച്ചാൽ അതിലോട് കിട്ടുന്ന പാഠം തന്നെ മനുഷ്യനെ അറക്കരുത് എന്നതാണ്, മനുഷ്യനെ അറക്കപ്പെടാൻ പാടില്ല എന്നതാണ്. നരബലി പാടില്ല, മനുഷ്യന് ബലിയർപ്പിക്കാൻ നരബലി പാടില്ല. അതുകൊണ്ട് മനുഷ്യന് അള്ളാഹുവിന് സമർപ്പിക്കുകയാണെങ്കിൽ അത് കൊടുക്കേണ്ടത് മൃഗങ്ങളെയാണ്, അല്ലെങ്കിൽ കാലിസമ്പത്താണ്, കാർഷിക സമ്പത്താണ്. ഇങ്ങനെയാണ് പാഠം പോകുന്നത്. പക്ഷെ അവിടെ പോലും പോവാതെ എഡിറ്റ് ചെയ്തിട്ട് ഒരൊറ്റ വശം പറഞ്ഞിട്ട് അവിടെ മുറിപ്പിച്ചിട്ട് അതിന്ന് നമ്മുടെ തലമുറയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ, ഒരു പിതാവ് സ്വന്തം മകനെ കൊന്നതിന്റെ, കഴുത്തറുത്തതിന് മുസ്ലിങ്ങൾ ഇവർ കറുത്ത ആഘോഷിക്കാൻ. പിന്നെ അങ്ങോട്ട് വിസ്തീകരിച്ച് വേറെ പോവുകയാണ്. നമ്മളാണെങ്കിലും ഇതുപോലെ തന്നെ ഇബ്രാഹിം നബി ഹാജരെ കൊണ്ടുപോയി മക്കയുടെ മണലാലിടത്തിൽ എവിടെയോ കൊണ്ടുപോയി തള്ളി. എന്തോ തള്ളി. ആ തള്ളിയത് എന്തിനാ? അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ എന്തോ ഇട്ടേച്ച് പോയി. പിന്നെ ഇബ്രാഹിം വേറെ അങ്ങോട്ട് പോയി. ഇങ്ങനെ ഒരു കഥ പോലെ ഈ ലുട്ടാപ്പി മായാവി കഥകളും ബാലരമയും പൂമ്പാറ്റയും മംഗളമൊക്കെ വായിച്ച് ശീലിച്ച ആളുകൾക്ക് അത്ര വായിച്ചില്ല. അതിനപ്പുറം വായനയുടെ ഇസ്ലാമിക ദാർശനിക വായനകൾ ഇല്ലാത്തവർ വിഷയങ്ങളെ സമഗ്രമായി വായിക്കില്ല. ആ വായനയിൽ പോലും യഥാർത്ഥത്തിലുള്ളത്, ഞാൻ എൻ്റെ വൈഫിനെ ഈ കഅബയിൽ കൊണ്ടുവന്നത്, ഞാനിങ്ങനെ ഇറാഖിന്റെ മണ്ണിൽ നിന്ന്, ഊറിന്റെ മണ്ണിലൂടെ, ഫലസ്തീന്റെ മണ്ണിലൂടെ, ഈജിപ്തിന്റെ മണ്ണിലൂടെ, സിറിയയുടെ മണ്ണിലൂടെ, ട്രാൻസ്ജോർദന്റെ മണ്ണിലൂടെ കയറി ഇറങ്ങി നടന്ന് ഈ മക്കയിൽ വന്നത് എന്തിനാ? ഇവിടെ ഒരു കഅബ ഉണ്ടാക്കാനാ. ഈ കഅബ പുനർനിർമ്മിക്കണം, എന്നിട്ട് ആളുകളോട് ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു. ഞാനിവിടെ ഇന്നല്ലാഹ ബനാ അൽ കഅബ ഫഹുജ്ജു, അള്ളാഹു ഇവിടെ ഒരു കഅബ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും അത് ഹജ്ജ് ചെയ്യൂ. അങ്ങനെ നിങ്ങൾക്ക് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യം, ഹജ്ജിന് പറ്റുന്ന ഒരു വിശുദ്ധമായ കഅബ, ആ കഅബയ്ക്ക് ചുറ്റും മസ്ജിദുൽ ഹറാം. എന്നിട്ട് ആ നാട് നിർഭയമായി, ആ നാട് വളരെ മനോഹരമായി. ഒരു പക്ഷേ അവിടെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുന്ന നാടായിരുന്നില്ല, കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല. കുടിക്കാൻ വെള്ളത്തിന് ഒരു സാധ്യതയുമില്ലാത്ത മണ്ണിൽ ഇന്നും സംസം അടങ്ങ് അപ്പൊ അതിനാ സംസം അടങ്ങ് എന്ന് പറഞ്ഞാൽ ആ മണ്ണിൽ ഇസ്മായിൽ നബിയുടെ കാലിട്ടടിച്ചപ്പോ
ആ വെള്ളം വന്നത് വെള്ളം അങ്ങോട്ട് വന്നിട്ട് പ്രവഹിച്ചിട്ട് അത് ഒലിച്ചങ്ങോട്ട് പോയപ്പോ തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ അതൊരു പുഴയായി. ഇന്നും അങ്ങനെ തന്നെയാണ്. സംസമിനെ കുറിച്ച് മാത്രം പഠിച്ചോ. നമ്മൾ നേരത്തെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് സംസമിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനെ അറിയും, അള്ളാഹുവിന്റെ അനുഗ്രഹം അറിയും. അവിടെ നിന്ന് മനുഷ്യ സമൂഹത്തിന് പറ്റുന്ന വിധൊരു നാഗരികത. ആ മക്ക എന്ന് പറയുന്ന നാട് പോലും ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. ബലദ് ഈ നാടിനെ പഠിക്കണം നിങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇബ്രാഹിം നബി ഇസ്മായിലിനെയും ഹാജറിനെയും മക്കയുടെ മണ്ണിൽ കൊണ്ടുവന്ന് ഈ കഅബ ഉണ്ടാക്കി അവിടെ ഹജ്ജിന്റെ സംവിധാനം ഒരുക്കിയതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ എന്റെ കുട്ടികളെയും എന്റെ മക്കളെയൊക്കെ അല്ലാഹുവേ റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ് റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബന ലിയുഖീമുസ് സ്വലാഹ് വജ്അൽ അഫ്ഇദതൻ മിനന്നാസ് തഹ്വി ഇലൈഹിം. ഞാൻ നേരത്തെ ഓതിയായിട്ട് ഈ പശ്ചാത്തലത്തിലാവത് ഞാൻ എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയൊക്കെ ഈ കഅബയുടെ അടുത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുക. എന്തിനാത്? റബ്ബന ലിയുഖീമുസ് സ്വലാഹ്, അവർ നമസ്കരിക്കുന്ന ഒരു സമൂഹമായി മാറണം. എന്റെ കുടുംബം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. ഈ കഅബയുടെ സന്ദേശം പോലും അതാ, ഹജ്ജിന്റെ സന്ദേശം പോലും അതാ. കുടുംബസമേതക്ക് ഹജ്ജിന് പോണ ആളുകളുണ്ട്. ഞാനും എൻ്റെ വൈഫും ഹജ്ജിന് പോവാ. എന്താ ഹജ്ജിന് പോകുന്ന അർത്ഥം എന്താ? ഞാനും എൻ്റെ വൈഫും ഹജ്ജിന് പോകുന്ന ഞാനും എൻ്റെ വൈഫും സ്വർഗത്തിൽ പോകണം, ഞങ്ങൾക്ക് കുടുംബസമേതം സ്വർഗത്തിലെത്തണം. അതാ ഹജ്ജിന് പോകുന്നതിന്റെ അർത്ഥം. സ്വന്തം ഭാര്യമാരെ കൂട്ടി ഭാര്യ ഭർത്താക്കന്മാർ ഹജ്ജിന് പോകുന്നവരെ ഈ ലോകത്ത് ഞങ്ങൾ ജീവിച്ചു, ഇനി ഞങ്ങൾക്ക് പരലോകത്തും ജീവിക്കണം. ചില കുടുംബസമേത ഹജ്ജിന് പോകുന്നുണ്ട്, ഉംറയ്ക്ക് പോകുന്നവരുണ്ട്. അതൊക്കെ വലിയ വിശിഷ്ടമായ കർമ്മം. അതിന്റെ ഉദ്ദേശം ദുബായിക്ക് പോണാരിയല്ല. ചില ആൾക്ക് അസർബൈജാനിൽ പോകാറുണ്ട്. അസർബൈജാനിൽ പോയ ആളുകളുണ്ട്, തുർക്കി പോയ ആളുകളുണ്ട്, എന്താ പറയാ ഡൽഹിയിലും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ ഒരുപാട് ടൂർ പോണ ആള്. ടൂറിന്റെ കാലഘട്ടം ഒന്ന്. പക്ഷേ ഒരു ഒഴിവിട്ട് നേരെ മൂന്നാർ, ആ മാട്ടുപ്പെട്ടി, അവിടെയൊക്കെ പോയി പ്രകൃതിയുടെ മനോഹരമായ ഭംഗി, വലിയ പർവ്വതങ്ങൾ കാണാം. മണാലി കാണാൻ പോകുന്നവർ, മല കയറാൻ പോകുന്നവരുണ്ട്. ജീവിതത്തിൽ ആദ്യം പോകേണ്ട ടൂറ് മണാലിക്കല്ല, താജ്മഹൽക്കല്ല, അസർബൈജാനല്ല, വിശുദ്ധ കഅബയിലേക്കാണ്. കാരണം ആ ടൂറ് യഥാർത്ഥ സ്വർഗത്തിലേക്കുള്ള ഒരു ടൂറാണ്. ആ മണ്ണിന് അങ്ങനെ പവിത്രത ഉണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹജ്ജ് അതുമായി ബന്ധപ്പെട്ട ചിന്ത, നമ്മുടെ കുടുംബവും മക്കളും എല്ലാം ആ അർത്ഥത്തിൽ എൻ്റെ ആദർശ വഴിയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നതിന്റെ പേരാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വന്തം കുടുംബത്തെ, മക്കളെ ദീനിന്റെ വഴിയിൽ, ഇസ്ലാമിന്റെ വഴി എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം വളരണം. അങ്ങനെ ഒരു ഭാവി എൻ്റെ കുട്ടികൾക്ക്, ഇസ്ലാമികമായ ഒരു ഭാവി. അവരുടെ കരിയറിൽ ഈമാനുള്ള കരിയർ വേണം. തഖ്വയുള്ള, ഈമാനുള്ള, ഇസ്ലാമിക ബോധമുള്ള, നമസ്കരിക്കുന്ന മകൻ. ഡോക്ടറാകണം, നമസ്കരിക്കുന്ന ഡോക്ടറാകണം. നമസ്കരിക്കാത്ത ഡോക്ടറാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എന്ന് തന്നെ പറഞ്ഞത്. നമസ്കരിക്കുന്ന എഞ്ചിനീയർ. നമസ്കാരം എന്ന് പറയുന്നത് നമസ്കാരം മാത്രമല്ല, ദീനീ ബോധത്തിന്റെ ചുരുക്കപ്പേര നമസ്കാരം. ഇസ്ലാമില് നമസ്കരിക്കൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമസ്കരിക്കൽ മാത്രമല്ല, നമസ്കരിക്കുന്നതോട് കൂടി അവന്റെ ജീവിതത്തിൽ ഇസ്ലാമികമായ മുഴുവൻ മൂല്യങ്ങൾ, നോമ്പെടുക്കും, സക്കാത്ത് കൊടുക്കും, ഹജ്ജ് ചെയ്യും, ദിക്റുകളും സലാത്തുകളും ചൊല്ലും, അവൻ മദ്യം ഉപയോഗിക്കില്ല, അവൻ വ്യഭിചരിക്കില്ല, ചൂതാട്ടത്തിൽ ഏർപ്പെടില്ല. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലെയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന ജീവിതം, അതിനെ നമസ്കരിക്കാന്നർത്ഥം. അഖീമുസ്സലാ അതിന്റെ അർത്ഥത വെറും നിക്കരിക്കലല്ല, നിക്കലിരിക്കൽ, അതല്ല നമസ്കാരം. അതുകൊണ്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകൾ. അതുകൊണ്ട് കുട്ടികളുടെ പഠനം, ഉന്നത വിദ്യാഭ്യാസം, തുടർ വിദ്യാഭ്യാസം ആലോചിക്കുമ്പോൾ ചിന്തിക്കണം, എൻ്റെ മകൻ ദീനീ ബോധമുള്ളവരായിരിക്കണം, എൻ്റെ മക്കൾ നമസ്കരിക്കുന്ന മക്കളായിരിക്കണം, എൻ്റെ കുടുംബം ഇസ്ലാമിക സംസ്കാരമുള്ളവരാകണം. ഇത് ഇബ്രാഹിം നബിയുടെ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. മറ്റൊരു പ്രാർത്ഥന അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിപ്പോൾ പറയാൻ കാരണം, നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ കഴിഞ്ഞു. ഒരുപക്ഷെ രാജ്യത്തെ ഇലക്ഷന് വലിയ പ്രസക്തി ഉണ്ട്, മുസ്ലിം സമൂഹത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഈ ഇലക്ഷനിൽ. കാരണം എന്ന് പറഞ്ഞാൽ, ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ അജണ്ട വർഗീയതയാണ്, മുസ്ലിം വിരുദ്ധത. അതാണ് അവരുടെ മാനിഫെസ്റ്റോ, അവരുടെ സ്ലോഗൻ. മുസ്ലിങ്ങളും ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷമൊക്കെ ഉള്ള ഒരു ഭരണകൂടമാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിം വിരുദ്ധ അജണ്ടകൾ നടപ്പിലാക്കുക. അതാണ് പുതിയ പഞ്ചവത്സര പദ്ധതി. പണ്ടൊക്കെ 5 ഇയർ പ്ലാൻസ് എന്നൊക്കെ നെഹ്റുവിന്റെ കാലഘട്ടത്തിലൊക്കെ, അന്ന് ഗരീബി ഹട്ടാവോ, പേശാത്തോ, കപ്പടാത്തോ, അതൊക്കെയാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടും,
നവരത്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കും, ചെറുകിട വ്യാപാരം ഉണ്ടാക്കും, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഉണ്ടാക്കും, അങ്ങനെയൊക്കെയുള്ള ഇരുമ്പുരുക്ക് വ്യവസായം ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് അജണ്ടകളായിരുന്നു ഒരു കാലഘട്ടത്തിലെ ഭരണകൂടങ്ങൾ. ഇന്നത്തെ രാജ്യത്തെ ഭരണകൂടങ്ങളെ സംബന്ധിച്ചുള്ള മുസ്ലിം വിരുദ്ധമായ, മുസ്ലിം വെറുപ്പുള്ള ഭരണകൂടങ്ങൾ അധികാരി വർഗം ഉണ്ടാകും. അതിന് വോട്ട് ചെയ്യൂ എന്ന് പറയുന്നവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. ഒരുപക്ഷെ അസ്സാം, ബംഗാൾ, കേരളം, തമിഴ്നാടൊക്കെ നടന്നത് ഈ പ്രദേശത്തിന് പ്രത്യേകത മുസ്ലിങ്ങൾ വലിയ ഭൂരിപക്ഷമുള്ള നാടുകളാണ്. എത്ര ശതമാനം വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ശതമാനത്തെക്കാളും ഉണ്ട്. ഒരുപക്ഷെ നമ്മളിപ്പോൾ ബംഗാളിലേക്ക് എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട്? 30-32% അത്രയ്ക്കുണ്ട്. അവർ പറയുന്ന കണക്കിനേക്കാൾ അപ്പുറമുണ്ട്. അസ്സാമിലും ഉണ്ട് അതേപോലെ മുസ്ലിങ്ങൾ ഒരുപാട് ഉള്ള പ്രദേശം അസ്സാമാണ്. പക്ഷെ അവിടങ്ങളിലൊക്കെ അവസ്ഥ ഇപ്പൊ അസ്സാമിലൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ NRC നടപ്പിലാക്കി, മുസ്ലിം വോട്ടുകൾ പരമാവധി വെട്ടി. അങ്ങനെ മുസ്ലിങ്ങൾക്ക് യാതൊരുവിധ അധികാരമോ പങ്കാളിത്തോ ഇസ്സത്തോ ഇല്ലാത്ത വിധത്തിൽ അവരെ ദുർബലപ്പെടുത്തി. ഒരുപക്ഷെ ഇന്ന് അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആരെയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധ ബുൾഡോസർ മാമ, ബുൾഡോസർ ദാദ എന്ന് പറയുന്ന ആ ബുൾഡോസ് രാഷ്ട്രീയത്തിൽ മുസ്ലിം വിരുദ്ധത ഏറ്റവും വെച്ച് വിളമ്പുന്ന അതൊരു 10 വെള്ളാപ്പള്ളിമാരും ഉണ്ട്. അങ്ങനെ ആ രാജ്യത്തെ സാധനം അങ്ങനെ വർഗീയത കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു മനുഷ്യൻ, അയാളുടെ അജണ്ട എന്ന് പറയുന്ന മുസ്ലിം. അതുകൊണ്ട് വീണ്ടും ജയിച്ച് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 80% വോട്ടും സംഘപരിവാറിന് അനുകൂലമായി കിട്ടിയ ഒരു ഇലക്ഷനാണ് ആസാമിലുള്ളത്. അത്രത്തോളം മുസ്ലിം വിരുദ്ധ അജണ്ടകളിൽ മാത്രം മുന്നോട്ട് പോകുന്ന, ഇനിയും അത് ശക്തീകരിക്കുന്ന ഒരു അദ്ദേഹം പറഞ്ഞത്. ബംഗാളിലും എന്തൊക്കെ പറഞ്ഞാലും ബംഗാളിന് ഇന്ത്യയുടെ ശരി ഒരുപാട് പങ്കുണ്ട് കേട്ടോ. ദേശീയ സമരത്തിൽ സംഘപരിവാറിന്റെ ഇന്ത്യൻ വർഗീയതയുടെ ചരിത്രത്തിലും ശ്യാമപ്രസാദ് മുഖർജിയെ പോലുള്ള ശ്യാമപ്രസാദ് മുഖർജി, ബങ്കിം ചന്ദ്രാചാര്യയെ പോലുള്ള, അതുപോലെ തന്നെ നവാബുമാരുടെ ഭരണമുള്ള, അങ്ങനെ പ്ലാസി യുദ്ധം നടന്നിട്ടുള്ള, അങ്ങനെ ഇന്ത്യയുടെ ചരിത്രം മുസ്ലിം പ്രമാണത്തിന്റെ, മുസ്ലിം ഇസ്സത്തിന്റെയും മുസ്ലിം ദൗർബല്യത്തിന്റെ പ്രതീകമാണ് ബംഗാള്. പിന്നെ ബംഗാളും ബംഗ്ലാദേശും അതൊക്കെ ആ ബംഗാളിൽ എന്തൊക്കെ പറഞ്ഞാലും ഇതുവരെയും ഒരു വർഗീയ വിരുദ്ധമായ ഗവൺമെന്റ് ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെയും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികൾ അധികാരത്തിലേറി അതിന്റെ ദുരന്തങ്ങൾ ഇപ്പോൾ ബംഗാളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തമിഴ്നാടാണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ഒരു ദ്രാവിഡ രാഷ്ട്രീയമായതുകൊണ്ട് വർഗീയ ശക്തികൾ ഇപ്പോഴും അവിടെ DMK ശക്തമായി നിലകൊള്ളുന്ന പ്രസ്ഥാനമല്ല, അവർ തോറ്റുപോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ളത് ഏതൊരു സംഘപരിവാര രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളുന്നവരല്ല എന്ന് വിചാരിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ ഒറ്റവാക്കി പറയുമ്പോൾ ആര് ജയിച്ചു എന്ന ചോദ്യത്തിന് എടുത്താണോ വലുതാണോ എന്നതിനേക്കാളും ഞാൻ പറയുന്നത് ഒരു മുസ്ലിം വിരുദ്ധ, മുസ്ലിം വെറുപ്പ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെച്ച് വിളമ്പി കഴിഞ്ഞ ചില ആളുകൾ കഴിഞ്ഞൊരു ഒരു കൊല്ലായിട്ട് വായ തുറന്നാൽ അങ്ങനെ ഒരു ആയത്തുണ്ട്, സൂറത്തുൽ കഹ്ഫിൽ ഒരു ആയത്തുണ്ട്. എന്റെ അർത്ഥം കബുറത്ത്, ഒരു വായിന് വന്ന വർത്താനം പോലും ആ വർഗീയത അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞൊരു 10 മാസം, ഒരു വർഷമായിട്ട് ഈ ചില സാമുദായിക നേതാക്കന്മാർ പറഞ്ഞ വർഗീയത അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല. ഈ നാടിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. വർഗീയത മാത്രം. രാവിലെ പല്ല് തേക്കണതിന് മുമ്പ്, രാവിലെ എഴുതി പല്ല് തേക്കണ 1-2 നിർവഹിക്കുന്ന മുമ്പ് ഇതെല്ലാം കൂടി നിർവഹിക്കുന്ന, ഒക്കെ വായിലൂടെ നിർവഹിക്കുന്ന, അങ്ങനെ ഒരു തരം വർഗീയത വെച്ച് വിളമ്പി അതിങ്ങനെ പറഞ്ഞ് മുസ്ലിം വിരുദ്ധ പറഞ്ഞ അത് ഓട്ടാകും എന്ന് വിചാരിച്ചു. അതിന്റെ പിന്നാലെ പോയി ഇവിടുത്തെ വലിയ വിപ്ലവ കക്ഷികൾ. അവസാനം ഇവർക്കൊന്നും യാതൊരുവിധ ധാർമ്മികതയില്ല. അതുകൊണ്ട് ഇവരുടെ തന്നെ കേന്ദ്രങ്ങളിൽ, ആലപ്പുഴയിലോ കൊല്ലത്തൊക്കെ ഇവരെ വലിയ കേന്ദ്ര, അവിടങ്ങളിലടക്കം അഡപടലം തകർന്നു പോയ അവസ്ഥ. അങ്ങനെ ഒരു മുസ്ലാമോഫോബിയ കേരളത്തിൽ വിജയിക്കില്ല എന്ന്, അത് ഉപയോഗിച്ച് വിജയിക്കാമെന്ന് വിചാരിച്ച ആളുകൾ പോലും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുക. അത്തരത്തിൽ കേരളത്തിൽ എന്തൊക്കെ പറ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമോഫോബിയ പരാജയപ്പെട്ട ഒരു ഇലക്ഷൻ അത്. അങ്ങനെ ഏതെങ്കിലും സമുദായത്തിന്റെ ഇത്തരം മതമുതലാളിമാരുടെ തിട്ടൂരനുസരിച്ചല്ല എന്നതിന് തെളിവാണ് പല പ്രദേശത്തും. ഇപ്പൊ തവനൂര് എന്ന് പറയുന്ന 2% ക്രിസ്ത്യ, അതിന്റെ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് പെന്തോക്രോസ് സഭയ്ക്ക് 1000 വോട്ട് പോലും ഇല്ല. 1000 വോട്ട് പോലും ഇല്ലാത്ത ഒരു പ്രതിനിധിയാണ് തവനൂര് വിജയിച്ചത്. ഗുരുവായൂര് 50% ഹിന്ദുക്കളാണ്. പക്ഷെ അവിടെ വിജയിച്ചത് ഭരണോ ഇടതൊക്കെ യഥാർത്ഥത്തിൽ മുസ്ലിം നാമധാരികളാണ്. കേരളത്തിൽ അങ്ങനെ ഒരുപാട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ ഞാൻ പറയുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരുതരം മുസ്ലിം വിരുദ്ധ വെറുപ്പുണ്ടാക്കി, ഇസ്ലാമോഫോബിയ ഉണ്ടാക്കി, അത് വെച്ച് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചവരെല്ലാവരും അഡപടലം പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ ഇത്. ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അത് മാത്രം പറയാൻ, ഇബ്രാഹിം നബിയുടെ 2ാമത്തെ പ്രാർത്ഥന റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത് മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അതായത് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന പോലും പഠിച്ചോനെ എൻ്റെ നാട് നിർഭയമായ നാട്. അതാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം. ഇസ്ലാമിന്റെ രാഷ്ട്രീയം ഒരു നാട് നിർഭയമായിരിക്കണം.
നാട്ടിലെ ജനങ്ങൾക്ക് നല്ല വർസുഖഹ്ലഹു, മനുഷ്യർക്ക് സമൃദ്ധമായി ഭക്ഷണം കിട്ടണം. അപ്പൊ നാട് നിർഭയമായ നാട്, നാട്ടിലെ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിഭവങ്ങൾ, വിദ്യാഭ്യാസം, സംസ്കാരം ഇതൊക്കെ കിട്ടണം എന്നതാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം. അതുകൊണ്ട് കാലവമ്മൻ കഫറ, അവിടെ ചോദിക്കുന്നുണ്ട് കാഫറുകളെ ആളുകൾക്ക് വേണോ എന്ന് ഇബ്രാഹിം നബി ചോദിക്കുന്നുണ്ട്. അള്ളാഹ് പറയുന്നുണ്ട് വമൻ കഫറ, അതെ നിഷേധികൾക്കും ഭക്ഷണം കിട്ടണം, നിഷേധികൾക്കും ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയണം. ഇസ്ലാമോളം മതേതര വേറെ ഏത് പ്രസ്ഥാനമുള്ളത്? ഇസ്ലാമിന്റെ രാഷ്ട്രീയ മൂല്യം പറഞ്ഞു. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ഈ പ്രാർത്ഥനകളിൽ ഈ നാട് നിർഭയമാവുക, ഈ നാടിന് സമൃദ്ധി ഉണ്ടാവുക, ഇവിടെയുള്ള അമുസ്ലിങ്ങൾക്ക് വരെ കാലവമൻ കഫർ, അമുസ്ലിങ്ങൾക്ക് വരെ, ഹിന്ദുവിനും ക്രിസ്ത്യാനികൾക്ക് വരെയും സുരക്ഷിതത്വം കിട്ടുന്ന, അവർക്ക് വരെ വിഭവങ്ങൾ കിട്ടുന്ന ഒരു രാഷ്ട്രമായി നാട് മാറണമെന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും അത്തരം ഒരു രാഷ്ട്രീയം നമ്മളൊക്കെ വിജയിച്ച് മുസ്ലിങ്ങൾ അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസം ഏറ്റെടുക്കാൻ പാടില്ല, മുസ്ലിങ്ങൾ അതാകാൻ പാടില്ല, ഇതാകാൻ പാടില്ല. മുസ്ലിങ്ങൾ വന്നാൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാകും എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഇപ്പോൾ ഓരോ ദിവസവും. ഇപ്പോൾ പോലും മുസ്ലിം വിരുദ്ധമായ ഈ രാഷ്ട്രീയം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജാതി തമ്പ്രാക്കന്മാർ അവരുടെ നോമിനികളായിരിക്കണം ഭരിക്കേണ്ടത്, അവരെ എതിർക്കുന്നവർ ഉണ്ടാകരുത്. ഗ്രൂപ്പുകളിയുടെ കക്ഷിചേരിയല്ലേന്. പക്ഷെ അവരിൽ ഒരു വിഭാഗം ഇന്നും മുസ്ലിം വിരുദ്ധത പറയുന്ന ഈ വെള്ളാപ്പള്ളിയും അത്തരമുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന, അവർ പിന്തുണയ്ക്കുന്നവരാണ് ഭരിക്കാവൂ, അതല്ല എന്ന രീതിയിൽ വരെയുള്ള കളികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അതിന്റെ ഗ്രൂപ്പുകളിൽ ഇടപെടുന്നു. ഞാൻ പറയുന്നത് പക്ഷേ ഇസ്ലാമിക സമൂഹത്തിന്റെ രാഷ്ട്രീയം, മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയം അത് എത്ര വർഗീയല്ല, ജാതിയല്ല, അത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള സമൂഹത്തിന്റെ വിരുദ്ധമല്ല. അത് നേരത്തെ പറഞ്ഞ നാട് നിർഭയമാവുക, നാട്ടിലെ മനുഷ്യർക്ക് വിഭവങ്ങൾ കിട്ടുന്ന, നിഷേധികൾക്ക് വരെ കിട്ടേണ്ടിരുന്ന എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇസ്ലാമിക ജീവിതം നയിക്കാൻ, ദീനി ജീവിതം നയിക്കാൻ തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.